പലപ്പോഴും നമ്മൾ മനസ്സ് മടിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ? ശുശ്രൂഷ മേഖലകളിൽ മടുപ്പുണ്ടായ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും നമുക്കൊരു മടുപ്പ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തോ ചെയ്യും, നമ്മൾ ചിന്തിക്കും ഈ ശുശ്രൂഷയൊക്കെ മതിയാക്കാം, ഇനി വേണ്ട എന്ന് ചിന്തിക്കും. പക്ഷെ പലപ്പോഴും നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ വീണ്ടും ആരെങ്കിലും വിളിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൽ വീണ്ടും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആഗ്രഹത്തോടെ നമ്മളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് കർത്താവ് ഒരു അത്ഭുതം ചെയ്തു എന്ന് പറയുകയും ചെയ്യുമ്പോൾ മറുപടി കേൾക്കുമ്പോൾ വീണ്ടും ഒരാൾ നിന്നിച്ചെങ്കിലും വേറെ അടുത്ത് ഒരിടത്ത് ഒരു സന്തോഷം കേട്ടു അല്ലെങ്കിൽ ഒരു അത്ഭുതം കണ്ടു എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജം കിട്ടുകയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു കർത്താവിൻ്റെ വേല അല്ലെങ്കിൽ ഒരു ചർച്ചിലെ പാസ്റ്റർ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാവരെ കൊണ്ട് പറ്റുന്നതുമല്ല. പക്ഷേ ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രശ്നം വന്നാലും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അതിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ സംസാരിക്കണം എന്ന് കർത്താവ് ഒരു ബുദ്ധി, ഒരു ഗൈഡൻസ്, അതാണ് വാസ്തവം, ഇതിലുള്ള വാസ്തവം. അതുകൊണ്ട് ഇതുവരെയും കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നു. ഈ ഒരു മേഖലയിൽ പലരും പരാജയപ്പെട്ടു പോകുന്നതിനൊരു കാരണം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ആ പേടിയും ഭയവും കൊണ്ടാണെങ്കിലും ഞങ്ങൾ ഇന്നുവരെയും പലപ്പോഴും നിരാശപ്പെട്ട സമയങ്ങളിലും ഭാരപ്പെട്ടു പോയ സമയങ്ങളിലും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ആരോടും പറയാറില്ല, ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരടുത്തും ഞങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞാലും ഞങ്ങൾ ആരോടും പരാതി പറയാറില്ല. പക്ഷേ ഞാനും ഭാര്യയും ഞങ്ങൾ മുട്ടിപ്പായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് എന്തു ചെയ്യും? ആ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നമായാലും അതിനെ സോൾവ് ചെയ്യും. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് എല്ലാ പ്രശ്നങ്ങളും കർത്താവ് സോൾവ് ചെയ്യും. അത്ഭുതകരമായിട്ട് ഇന്നുവരെയും കർത്താവ് നടത്തുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ശുശ്രൂഷകളിൽ ഇറങ്ങി ഞാൻ 17 വർഷം ഞാൻ എൻ്റെ സൈനിക സേവനത്തിൽ ഞാൻ ഒന്നും സമ്പാദിച്ചില്ല. വളരെ ചെറിയൊരു സ്ഥലം മേടിച്ചു, ചെറിയൊരു കെട്ടിടം വെച്ചു. അതിനകത്ത് വളരെ ഞെരുക്കത്തിലായിരുന്നപ്പോഴാണ് ഞാൻ സഭയിൽ വരുന്നതും ശുശ്രൂഷകൾക്കെല്ലാം ഇറങ്ങുന്നതും. പക്ഷേ അതിനുശേഷം ദൈവം എനിക്ക് വാഹനങ്ങളെ തന്നു. വാഹനം എന്ന് പറയാൻ പറ്റില്ല, വാഹനങ്ങളെ ദൈവം തന്നു. 2 വീലർ തന്നു, 4 വീലർ തന്നു. ഇതൊന്നും സഭയിൽ നിന്ന് ആരും തന്നതല്ല, ആരും എനിക്ക് മേടിച്ച് തന്നതല്ല. അതിനെല്ലാം ഉള്ള സോഴ്സിനെ ദൈവം ഒരുക്കി. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ഭവനത്തിലായിരുന്നു, വലിയ ഭവനം, വസ്തുവകകളെ ദൈവം എനിക്ക് തന്നു. ഇന്നെനിക്ക് ധൈര്യത്തോടു കൂടെ പറയാൻ കഴിയും. പക്ഷേ ഇതൊന്നും കിട്ടുമെന്നോ, ഒരിക്കലും ഞാൻ ഈ പാസ്റ്റർ ജോലി ഒരിക്കലും ആഗ്രഹിച്ച ഒരു ഇതല്ല, കർത്താവിൻ്റെ വില ആഗ്രഹിച്ചതുമല്ല. പക്ഷേ കർത്താവ് എന്നെക്കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. ഇന്ന് എനിക്ക് ധൈര്യത്തോടു കൂടെ പറയാൻ കഴിയും, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി, മാനിക്കപ്പെട്ടവനായി ഇന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളെയും ഓരോരുത്തരെയും കർത്താവ് നിങ്ങളെ തൊടും. ഈ സാക്ഷ്യം അനേകർക്കൊരു അനുഗ്രഹമായി മാറും എന്ന് ഞാൻ കരുതുന്നു. കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പോൾ കർത്താവേ, ഞങ്ങൾ ഈ മീഡിയയിലൂടെ ഈ സാക്ഷ്യം ഇന്ന് കേൾക്കുന്നവർ അനേകരുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റമുണ്ടാകട്ടെ, ചിന്താഗതികളിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. എവിടെ തകർന്നു കിടക്കുന്നുവോ, ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിൽ കിടക്കുന്നുവോ അവരെ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിന് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും, നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയും, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. വചനം പറയുന്നു, കുപ്പയിൽ കിടക്കുന്ന, പൊടിയിൽ കിടക്കുന്ന മനുഷ്യനെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഏത് അവസ്ഥയുമാകട്ടെ, ഏത് സാഹചര്യവുമാകട്ടെ, കർത്താവ് ഇവരുടെ അവസ്ഥകൾ മാറട്ടെ, ഇവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ. ഇവരെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവകരം ചലിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കണം. നിങ്ങളുടെ തിരുസാന്നിധ്യം പകരുന്നതിനായി സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ടെസ്റ്റ് മണി ഒരു അത്ഭുതമായി മാറട്ടെ. അനേകർക്കൊരു ചിന്താഗതി മാറി അവരുടെ കർത്താവ് ജീവിതങ്ങളിൽ പ്രത്യാശയുള്ളതായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ടെസ്റ്റ് മണി കണ്ട സകലരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. 17 വർഷം സൈനിക സേവനം നടത്തിയ ഷിബു CR ഇന്ന് KFM ചർച്ചിലെ പാസ്റ്റർ ഷിബുവായി മാറ്റപ്പെട്ടു. ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ 2013 മുതൽ KFM ചർച്ചിൽ എത്തിച്ചേരുകയും 2014
ശുശ്രൂഷ ഓർഡിനേഷനിലേക്ക് പ്രവേശിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ സഭയോട് ചേർന്ന് ഞങ്ങളുടെ KFM ഫാമിലിയുടെ KFM ചർച്ചിൻ്റെ ദർശനത്തോട് ചേർന്ന് വളരെ ശക്തമായി കർത്താവിൻ്റെ വേലയിൽ ഇവർ അധ്വാനിക്കുന്നു. നമ്മുടെ ചർച്ചിൻ്റെ ആരംഭം മുതലുള്ള വളർച്ചകളും എല്ലാം അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ദൃക്സാക്ഷിയായി, അതിൻ്റെ ഒരു പാർട്ടായി, KFM ഫാമിലിയുടെ ഒരു പാർട്ടായി, അനേകർക്ക് ബ്ലെസ്സിങ്ങായി അവരെ അയച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേലയിൽ അവർ മുന്നേറുന്നു. ഇനിയും ധാരാളമായി അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ഒരു സാക്ഷ്യമായി ഈ കുടുംബം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ രണ്ടുപേരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും കർത്താവിന് വേണ്ടി അധികമായി കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു.